സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളട്ടെ. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി, മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി കാലത്തിന്റെ സമ്പൂർണതയിൽ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജാതനായി എന്നുള്ള ആ ഒരു മഹാസന്തോഷ വാർത്തയുടെ ആഘോഷമാണ്. അതിൻ്റെ ഒരു പുതുക്കലാണല്ലോ ക്രിസ്മസിന്റെ ദിനങ്ങൾ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ മനുഷ്യനായി തന്നെ വന്ന് ഭൂമിയിൽ ജാതനായി നമുക്ക് വേണ്ടി ആ ഒരു സ്നേഹത്തെ, ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ആ ഒരു സ്നേഹത്തെ വെളിവാക്കുന്ന ആ ഒരു സുദിനം കൂടിയാണ് ക്രിസ്മസ്. അതുകൊണ്ട് ഇതൊരു സ്നേഹത്തിന്റെ, ദൈവം സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ആ ഒരു സ്നേഹത്തിന്റെ സമ്പൂർണതയുടെ ഒരു ദിവസമാണ്. അതൊരു സന്തോഷത്തിന്റെ സുദിനമാണ്. പ്രിയമുള്ളവരെ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് മനുഷ്യരാശിയോട് വിളിച്ചു പറഞ്ഞത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, അതൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മഹാസന്തോഷത്തിന്റെ വിളംബരമായി ക്രിസ്മസ് ആഗതമാവുകയാണ്. അതൊരു സമാധാനത്തിന്റെ സുദിനം കൂടിയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് അരുളി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആ സമാധാനം മനുഷ്യരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ക്രിസ്മസിന്റെ സമാധാനത്തിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ ജാതം ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനത്തിന്റെ ഒരു സുദിനമായി ക്രിസ്മസ് മാറുന്നത്. ലോകത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഇല്ലാതെ അതിനുവേണ്ടി കാംക്ഷിച്ചുകൊണ്ട് അനേകർ അതിനുവേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നുള്ള ദൈവം മനുഷ്യനായി നമ്മുടെ ഉള്ളിലായിക്കൊണ്ട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നമുക്ക് നൽകുകയാണ്. അതാണ് ക്രിസ്മസിന്റെ ആത്യന്തികമായിട്ടുള്ള അനുഭവം. ക്രിസ്മസ് എന്ന് പറയുന്നത് അത് പ്രവാചകന്മാർ മുന്നമേ പ്രവചിച്ച ദൈവത്തിന്റെ പുത്രനായ മനുഷ്യനായി, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജാതം ചെയ്യുന്നു എന്നുള്ള പ്രവാചക ശബ്ദത്തിന്റെ പൂർത്തീകരണം കൂടിയാണ്. അതൊരു മശിഹയുടെ പൂർത്തീകരണം കൂടിയാണ്. മശിഹ എന്ന് പറയുന്നത് നമുക്കറിയാം, യഹൂദന്മാർ മശിഹ ഒരു വീണ്ടെടുപ്പുകാരനായി തങ്ങളെ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയപരമായിട്ട് കൂടെ ആയിരിക്കാം, അതൊരു രക്ഷയുടെ സുദിനമായി, രക്ഷയുടെ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന ആ അനുഭവമാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഇവിടെ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായി തീർന്നത്. അത് പണ്ട് തന്നെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുവാൻ മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തുമെന്നുള്ള ഹോശയ പ്രവാചകന്റെ പ്രവചന ശബ്ദവും, അതുപോലെ തന്നെ ബെത്ലഹേമിൽ നീ ചെറുതല്ല, ബെത്ലഹേമിൽ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ ഉത്ഭവിക്കും എന്നുള്ള ആ ഒരു മീഖാ പ്രവാചകന്റെ പ്രവചനവും, കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്നുള്ള ആ ഒരു യെശയ്യാ പ്രവാചകന്റെ ആ ഒരു പ്രവചന ശബ്ദത്തിന്റെയും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പൂർത്തീകരണം കൂടിയാണ്. പ്രിയമുള്ളവർ, അതൊരു കാലഘട്ടത്തിന്റെ ഒരു പൂർത്തീകരണം അവിടെയാണ്. AD എന്നും BC എന്നും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് കാലസമ്പൂർണതയിൽ ദൈവം മനുഷ്യനായി തീർന്ന ആ ഒരു സുദിനം, അതാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ആ ഒരു ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ഈ ദിനത്തിൽ നൽകട്ടെ. ക്രിസ്മസിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ അനേകം കഥാപാത്രങ്ങൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്താറുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവാണ് സർവ്വജനത്തിൻ്റെയും ഉദ്ധാരണത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജാതനായി, ഇമ്മാനുവേലായി ജാതനായത്. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനായി, മനുഷ്യനെ തേടി ഭൂമിയിൽ ജാതം ചെയ്ത സകല മഹിമകളും വെടിഞ്ഞ് ഹീനവേഷം ധരിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ ഭൂജാതനായി. അത് ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു വെളിപ്പാടിൻ്റെ അനുഭവം കൂടിയാണ്. ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യനായി തീർന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇമ്മാനുവേലായി വന്ന ദൈവം. അതുപോലെ തന്നെ മറിയയെയും യോസേഫിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ യഹൂദന്മാർ ആ മശിഹായെ കാത്തിരുന്ന ആ സാഹചര്യത്തിലായിരിക്കാം അവർ വളരെ സന്തോഷത്തോടു കൂടി മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുകയും ദൈവപുത്രനായി യേശു ക്രിസ്തുവിനെ വഹിക്കുവാൻ തക്കവണ്ണമുള്ള ആ കൃപ ആ മറിയയ്ക്ക് ലഭിച്ചു. ആ ഒരു സാമൂഹ്യമായുള്ള പശ്ചാത്തലം നമുക്കറിയാം. സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലങ്ങളെല്ലാം സധൈര്യം നേടുവാൻ തൻ്റെ ഇടത്തോടു കൂടി മറിയ കാണിച്ച ആ ഒരു വലിയ ധൈര്യം വളരെ പ്രശംസനീയമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നുള്ള ആ ദൈവത്തിന്റെ ആ ഒരു സ്വരം സ്വീകരിച്ചുകൊണ്ട് ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുവന്നതിന് വേണ്ടിയുള്ള ആ ഒരു വലിയ അനുഗ്രഹം മറിയയ്ക്ക് ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ യോസേഫും ആ മറിയയെ ചേർത്തുകൊണ്ടു ദൈവികമായിട്ടുള്ള ശബ്ദം കേട്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ തന്നെ
തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ മറിയയും യോസേഫും. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ആ ഒരു വലിയൊരു സന്ദേശം നമുക്കിവിടെ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. തുടർന്ന് ആ മറിയയും യോസേഫും ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട് ആ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ അഗസ്ത്യൂസ് കൈസറിന്റെ ആജ്ഞാപ്രകാരം പേർ വഴിച്ചാക്കുന്നതിന് വേണ്ടി ബെത്ലഹേമിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവർ, ആ ബെത്ലഹേമിലെ അനേകം പേര് വന്ന് തിങ്ങി നീങ്ങുന്ന ആ സാഹചര്യത്തിൽ അവിടെ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമില്ലാതെ കൊണ്ട് അവിടെ കാലിത്തൊഴുത്തിൽ പൂജാതം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പൂജാതനായി. അടുത്ത കഥാപാത്രം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വിദ്വാൻമാരെയാണ്. വിദ്വാൻമാർ അവിടെ അനേക വർഷങ്ങളായിട്ട്, ഏകദേശം 700 വർഷങ്ങളായി പ്രവാചക ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മിശിഹയെ കാത്തിരുന്നവരായിരിക്കും വിദ്വാൻമാർ. ആ ഒരു ഉദയ നക്ഷത്രം, ഒരു അത്ഭുത നക്ഷത്രം ദൈവപുത്രൻ ജാതം ചെയ്യുമ്പോൾ ഉദിക്കുമെന്നുള്ള ആ ഒരു വീക്ഷണത്തോടു കൂടി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ നക്ഷത്രം ഉദിക്കുകയും ഉടൻ തന്നെ ദൈവപുത്രൻ ജനിച്ചു എന്നുള്ള വാർത്ത അവർക്ക് മനസ്സിലായി. ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്ന അന്വേഷക വൃന്ദത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടരും നമ്മുടെ ലോകത്തിലുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ. ആ ഒരു വിദ്വാൻമാർ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ കണ്ടു. അവർ ആ നക്ഷത്രത്തിന്റെ നോക്കി യാത്ര തുടങ്ങുമെങ്കിലും അവിടെ ഒരുപക്ഷെ ജ്ഞാനത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ജ്ഞാനം കൊണ്ടായിരിക്കാം അവർ വഴിതെറ്റി അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ. കാരണം രാജാവായി പിറക്കുന്നവൻ, ദൈവപുത്രനായി പിറക്കുന്നവൻ രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ ജനിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ. പക്ഷേ അവർക്ക് വഴിതെറ്റിപ്പോയി എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീടത്തേൽ മനസ്സിലായി. ഹെരോദാവ് ഉടനെ ആ ദൈവപുത്രനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആജ്ഞ, 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആജ്ഞയൊക്കെ പുറപ്പെടുവിച്ച കാര്യവും നമുക്കറിയാം. വിദ്വാൻമാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ജ്ഞാനികളായ വിദ്വാൻമാർ, ചുറ്റുപാടിലും ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാർ ഉണ്ട്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ജ്ഞാനത്തിന്റെ ആൾക്കാർ, ബുദ്ധി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ വഴിതെറ്റി പോകുവാൻ അവർക്ക് സാധ്യതയുണ്ട്. പക്ഷേ ജ്ഞാനം ചിലപ്പോൾ തടസ്സമായി മാറാം. ഒരു വിശ്വാസത്തോടു കൂടെയുള്ള, അനുഭവത്തോടു കൂടെയുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു വിശ്വാസത്തോടു കൂടി ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ദൈവികമായിട്ടുള്ള പാതയിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളത് ഒരു നിസ്തർക്കമായ കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്ന അടുത്ത ഒരു കഥാപാത്രങ്ങളാണല്ലോ ഇടയന്മാർ എന്ന് പറയുന്നത്. രാത്രിയുടെ കാലങ്ങളിൽ വളരെ ഭയത്തോടു കൂടി അവർ ആട്ടിടയന്മാരാണ്. ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വലിയ കൂട്ടം. ആടുകളെ മേയ്ക്കുമ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റ് ആക്രമണങ്ങൾ, വന്യജീവികളുടെ ആക്രമണങ്ങൾ, മറ്റ് ആക്രമണങ്ങളെല്ലാം വരും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയചരിതരായി എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവരാണല്ലോ ഈ ഇടയന്മാർ എന്ന് പറയുന്നത്. ആ ഇടയന്മാരടുത്താണ് ദൂതർ വന്ന് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു സദ്വർത്തമാനം അവിടെ സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞങ്ങളോട് സുവിശേഷം. ഇന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു സന്ദേശമാണ് ക്രിസ്മസിന്റെ ആദ്യ സന്ദേശമായി ദൂതന്മാർ ആ ഇടയന്മാരോട് പറഞ്ഞത്. നമ്മുടെ ഭയത്തിന്റെ അനുഭവങ്ങളിൽ ഈ ലോകം ഭയത്തിന്റെ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെയുള്ള ഭയം, നമ്മുടെ ജീവിതത്തിൽ ഭയം കാർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഒരു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഈ ഭയത്തിന്റെ അവസ്ഥകളെല്ലാം മാറ്റുവാൻ, ആ ഭയത്തിന്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും വിടുതൽ നൽകുവാൻ, വീണ്ടെടുപ്പ് നൽകുവാൻ രക്ഷകനായ യേശുക്രിസ്തു പിറന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സദ്വർത്തമാനം ദൂതന്മാർ അറിയിക്കുകയാണ്. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഹെരോദാവിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഹെരോദാവ് എന്ന് പറയുന്ന കഥാപാത്രം ഇന്നത്തെ സാമൂഹ്യമായിട്ടുള്ള തിന്മകളുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിയാതെ അങ്ങനെയുള്ള നല്ല രക്ഷിതാവിനെ തള്ളിപ്പറയുകയും അവരെ കൊന്നുകളയുന്നതിന് വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഹെരോദാക്കൾ ഇന്നത്തെ സമൂഹത്തിന്റെ തിന്മയുടെ, പ്രതികൂല സാഹചര്യങ്ങളുടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ അരാജകങ്ങളുടെയൊക്കെ, സാമൂഹികമായിട്ടുള്ള അരാജകങ്ങളുടെയും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്രതീകമാണ്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അസമാധാനത്തിന് വളം വയ്ക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കാം ഈ ഒരു ഹെരോദാവിൻ്റെ ആ ഒരു കഥാപാത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ചേർന്ന് കാലിത്തൊഴുത്തിലേക്ക്, ബെത്ലഹേമിലേക്ക് കാലിത്തൊഴുത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. അവിടെ എല്ലാവരും, നേരത്തെ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. പണ്ഡിതരായ വിദ്വാൻമാരും പാമരരായ ആട്ടിടയന്മാരും അതേപോലെ തന്നെ മൃഗജാതികളും അതുപോലെ സസ്യങ്ങളും എല്ലാവരും കൂടി മറിയയും യോസേഫും യേശുക്രിസ്തുവും പ്രപഞ്ച സൃഷ്ടാവായ യേശുക്രിസ്തുവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു
കാലിത്തൊഴുത്തിൽ വരികയാണ്. കാലിത്തൊഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഒരു സമഞ്ജമായ ഒരു സമ്മേളനമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു പ്രപഞ്ച സൃഷ്ടാവായ യേശു ക്രിസ്തു പ്രപഞ്ചത്തിനുള്ളിൽ ആയി തീർന്നുകൊണ്ട് ആ കാലിത്തൊഴുത്തിൽ അവിടെ ജാതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന ഐക്യതയുടെ അനുഭവം, സ്നേഹത്തിന്റെ ഒരു അനുഭവം, കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് ആ ഒരു കാലിത്തൊഴുത്തിൽ കാണുവാൻ സാധിക്കും. നമുക്കൊരു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഐക്യതയുടെയും ഒരു സാമൂഹികമായിട്ടുള്ള അനുഭവം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതൊരു ക്രിസ്മസിന്റെ അനുഭവമായിട്ട് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും പ്രിയമുള്ളവർ. അതാണ് ഇന്നത്തെ ക്രിസ്മസിന്റെ അനുഭവവും സന്തോഷവുമായിട്ട് നാം പറയുന്നത്. നമ്മളെ ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ഇത്രയും വിവരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണ് എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി യാഗമാകുവാൻ, നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജാതനായ യേശുക്രിസ്തു, ഒരു പ്രപഞ്ച സൃഷ്ടാവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ക്രിയേറ്റർ എന്ന് നമുക്ക് പറയാം. രണ്ടാമതായി ഒരു ഹീലറാണ്. ദൈവം സർവരെയും സർവജനത്തിന്റെയും പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും എല്ലാത്തിൻ്റെയും ഒരു വിടുതലും അതിൻ്റെ ഒരു സൗഖ്യദായകത്തിൻ്റെ അനുഭവമാണ് യേശുക്രിസ്തു. സൗഖ്യദായക ശുശ്രൂഷ നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് തരത്തിലുള്ള രോഗികളെയും സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ബൈബിളിലുടനീളം കാണുവാൻ സാധിക്കും. ഹീലർ അല്ലെങ്കിൽ സൗഖ്യദായകം നൽകുന്ന ആ ഒരു സൗഖ്യദായകനായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. മൂന്നാമതായി ഒരു വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് വന്നതാണ് യേശുക്രിസ്തു. മനുഷ്യരുടെ പാപങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഉദാഹരണം ഇല്ലാതിരുന്നപ്പോൾ പാപത്തിന്റെ ചെളിക്കുഴയിൽ ആണ്ടുപോയ ആ മനുഷ്യവർഗത്തെ തൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ച് ഉയർത്തി ആ ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവമാണ് ഈ ക്രിസ്മസിന്റെ സുദിനം എന്ന് പറയുന്നത്. അടുത്തതായി ഒരു ഇമ്മാനുവേൽ എന്നുള്ള ആ ഒരു പദം നമുക്കറിയാം. ഇമ്മാനുവേൽ എന്നുള്ള ആ ഒരു പേര് യേശു ക്രിസ്തു നൽകുകയാണ്. ഇമ്മാനുവേൽ എന്നുള്ളതിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണല്ലോ. ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ നമ്മെ തേടി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. മനുഷ്യന് അപ്രാപ്യമായിരുന്ന ദൈവത്തെ, മനുഷ്യനെ നോക്കുവാൻ പോലും കഴിയാതിരുന്ന ആ ഒരു ദൈവത്തിന്റെ ആ മഹത്വത്തെ, തേജസ്സിനെ ദൈവം ചുരുക്കി മനുഷ്യരൂപത്തിലാക്കി നമ്മുടെ ഉള്ളിലേക്ക് നമ്മെ തേടി ഈ കാലിത്തൊഴുത്തിൽ പൂജാതം ചെയ്ത യേശുക്രിസ്തു, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ എന്നുള്ള അർത്ഥം. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ രക്ഷകൻ എന്നുള്ള അനുഭവമാണ്. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ദൂതൻ പറഞ്ഞതാണ് ഈ മറിയയോട് പറയുമ്പോഴാണ് യേശു എന്ന് ഈ ദൈവപുത്രന് പേരിടണം. രക്ഷകൻ ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ, രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്ഷകൻ എന്ന പേരിടണം, അല്ലെങ്കിൽ രക്ഷകൻ എന്ന അർത്ഥത്തിൽ യേശു എന്ന് ആ ദൈവപുത്രന്റെ പേരിടണം എന്ന് പറയുന്നത്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നുള്ളതാണ്. അടുത്തത് യേശുക്രിസ്തു ഒരു നല്ല ഗുരുവാണ് പ്രിയമുള്ള. യേശുക്രിസ്തുവിന്റെ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ അടങ്ങിയ ദൈവികമായിട്ടുള്ള സന്ദേശങ്ങൾ ലോകത്തെല്ലായിടവും എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിപ്പിൻ, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ആ ഒരു വലിയ സന്ദേശം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുള്ള മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുള്ള ആ ഒരു വലിയ പാഠം ഈ ലോകത്തിലേക്ക് പകർന്ന യേശുക്രിസ്തു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗുരുവാണ്, ടീച്ചറാണ് എന്ന് നമുക്കറിയാം. അടുത്തതായി നമുക്ക് യേശുക്രിസ്തുവിനെ ഒരു മിശിഹ എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. പ്രവാചകന്മാർ, നേരത്തെ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രവാചകന്മാർ 700 വർഷത്തിലധികമായി യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷത്തിന് മുമ്പേ തന്നെ കാത്തിരുന്ന, പ്രവാചകൻ മുഖേന പ്രവചിച്ച ആ പുത്രനെയാണ്, ദൈവം മനുഷ്യനായി തീരുന്നതിനെയാണ് ആ മെസ്സിഹ എന്ന് പറയുന്നത്. ദൈവം പ്രവാചകന്മാർ കാത്തിരുന്ന, യഹൂദന്മാർ കാത്തിരുന്ന, ഇസ്രായേൽ ജനം കാത്തിരുന്ന മനുഷ്യനായി തീരുന്ന ആ ഒരു ദൈവപുത്രനെയാണ് നാം മെസ്സിഹ എന്നുള്ള ആ രൂപത്തിൽ പറയുന്നത്. ദൈവത്തിന് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അന്ന് തന്നെ, വളരെ കാലഘട്ടത്തിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രവാചകന്മാർ മുഖേന ദൈവം വെളിപ്പെടുത്തിയ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് മെസ്സിഹ എന്നുള്ള ആ ഒരു പേരും യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്താൽ അഭിഷിക്തനായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ യേശുക്രിസ്തുവിനെ കാണാം. യേശുക്രിസ്തു ജനിച്ചത് തന്നെ മറിയയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാണ്, പരിശുദ്ധാത്മാവിനാൽ ദൈവം ജാതനായി എന്നുള്ളത്, അനോയിന്റിങ് ഒന്നാണ്. അവസാനമായി യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതാണ്. ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവം മനുഷ്യനായി, ദൈവത്തിന്റെ തേജസ് മുഴുവൻ മനുഷ്യരൂപത്തിലായി, ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ
മാനുഷിക രൂപമാണ്. ദൈവത്തിന്റെ സർവ്വ തേജസ് നിറഞ്ഞ മാനുഷിക രൂപമായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ദൈവപുത്രനായി, അങ്ങനെ സൺ ഓഫ് ഗോഡ്. ഇത്രയും ദൈവികമായിട്ടുള്ള ആ പേരുകൾ, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളും പേരുകളും എല്ലാം ഒരുമിച്ച് ചേർന്ന സമജ്ഞമായി ഒരു കാലസമ്പൂർണതയിൽ ഒരുമിച്ച് ചേർന്നുള്ള ആ ഒരു സുദിനമാണ് ക്രിസ്മസ്. ഇത് പെട്ടെന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടെ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമതായി പറഞ്ഞത് ക്രിയേറ്റർ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ളതാണ്, സി എന്നുള്ളതാണ് ആദ്യത്തെ അക്ഷരം. രണ്ടാമതായി ഹീലർ അല്ലെങ്കിൽ സൗഖ്യദായകം നൽകുന്ന ആ ഒരു സൗഖ്യദായകനായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. മൂന്നാമതായി വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ്, ആർ എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. മൂന്നാമത് പറഞ്ഞത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്ന പദം. അതിന്റെ ആദ്യത്തെ അക്ഷരം ഐ എന്നുള്ളതാണ്. നാലാമതുള്ളത് സേവിയർ, രക്ഷകൻ എന്നുള്ള പദമാണ്. യേശു എന്നുള്ള പദത്തിന്റെ അർത്ഥം രക്ഷകൻ എന്നുള്ളതാണല്ലോ. അതിന്റെ ആദ്യത്തെ അക്ഷരം എസ് എന്നാണ്. അടുത്തത് ഗുരു എന്നുള്ളതാണ്. ഗുരു എന്നുള്ളത് ഇംഗ്ലീഷിൽ ടീച്ചർ എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം ടി എന്നുള്ളതാണ്. അടുത്തായി പറഞ്ഞത് മെസ്സിഹ എന്നുള്ളതാണ്. മെസ്സിഹ, കാത്തിരുന്ന പ്രവാചകന്മാരും ഇസ്രായേൽ ജനങ്ങളും ഒരുമിച്ച് കാത്തിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു. അതിന്റെ ആദ്യത്തെ അക്ഷരം എം എന്നുള്ളതാണ്. അനോയിന്റിങ് എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞത്. ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി എന്നുള്ളതാണ് നമുക്കറിയാം. ആത്മാവിനാൽ നിറഞ്ഞ ദൈവം, ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവപുത്രൻ, അതാണ് അനോയിന്റിങ് ഒന്ന്. അതിന്റെ ആദ്യത്തെ അക്ഷരം എ എന്നുള്ളതാണ്. അവസാനമായി പറഞ്ഞത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന സൺ ഓഫ് ഗോഡ്, എസ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ അക്ഷരം. ഈ ഒരുമിച്ച് ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ CHRISTMAS എന്നുള്ളതാണ് ക്രിസ്മസ് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തുമായിട്ടുള്ള ആ ഒരു വലിയ ഒരു അനുഭവം നമുക്ക് ഈ ഒരു വാക്കുകളിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്നത്. എല്ലാവർക്കും സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനവും നിറഞ്ഞ ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.